ശരണ്യ, വ്യക്തമാണല്ലോ ഈ സലാമിന്റെ മറുപടി. അത് പാർട്ടിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് തന്നെ പൊതുവേദിയിൽ പറയുന്നതിന്റെ അഭംഗി കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത്. അതിന് പലവിധമായ സാഹചര്യങ്ങൾ കൂടിയുണ്ട് എന്ന് പറയുന്നു. എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തത ഉണ്ടാകുന്നുണ്ടോ ഈ വിഷയത്തിൽ ഇപ്പോൾ? രഞ്ജിത്ത്, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ ജി സുധാകരന് നേരെ, അതായത് ആലപ്പുഴയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അതുവരെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ജി സുധാകരൻ സൈഡ് ലൈൻ ചെയ്യപ്പെടുകയും ഒതുക്കപ്പെടുകയും ചെയ്തതിനു ശേഷം ഒരു പുതിയ നിര വരുന്നു എന്നുള്ളതായിരുന്നു. ആ പുതിയ നിര കടന്നു വരുമ്പോൾ അതിനകത്ത് സജി ചെറിയാനും എച്ച് സലാമും അങ്ങനെ അടങ്ങുന്ന പി ചിത്രത്തിനും ഒക്കെ അടങ്ങുന്ന ഒരു പുതുനിര വന്നു എന്നുള്ളതാണ്. പക്ഷേ ആ മാറ്റത്തിനൊപ്പം തന്നെ ആലപ്പുഴയിലെ രാഷ്ട്രീയത്തിൽ പല കാര്യങ്ങളുമുണ്ടായി. ഇപ്പോൾ കുറച്ചു നേരത്തെ പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ച എച്ച് സലാം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് അന്ന് അത്തരത്തിൽ രേഖകൾ വിതരണം ചെയ്യുന്നതിൽ പാളിച്ച വന്നു എന്ന് പറയുന്ന ഘട്ടത്തിൽ പോലും ജി സുധാകരനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിനെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഘട്ടത്തിൽ ഒരിക്കൽ പോലും ഒരു സെക്രട്ടേറിയറ്റിലെയോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയിലോ പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരിട്ട് കാണുകയും മുന്നിൽ നിന്ന് പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്ത ഒരാളാണ് ജി സുധാകരൻ. പക്ഷെ അദ്ദേഹം അന്ന് പറഞ്ഞത് താൻ ബ്രാഞ്ച് ഘടകത്തിൽ മാത്രമാണ്. അത് കുഴപ്പമില്ല, അത് ജില്ലയിലെ പാർട്ടി പ്രാദേശികമായി പരിഹരിക്കും എന്ന് പറഞ്ഞ് മടക്കി അയക്കുന്ന ഒരാളെ ഇവിടുത്തെ ഒരു ജില്ലാ കമ്മിറ്റി യോഗത്തിലോ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലോ ഇവർ പങ്കെടുപ്പിച്ചില്ല എന്നുള്ളതാണ്. അതായത് അദ്ദേഹം പറയുന്നത് വളരെയധികം വ്യക്തിഹത്യ താൻ പല ഘട്ടത്തിലും നേരിട്ടു എന്നുള്ള തുറന്നു പറച്ചിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും കണ്ടതാണ് എച്ച് സലാം അടക്കമുള്ള ആളുകൾ സുധാകരനെ വിമർശിച്ചുകൊണ്ട്, പരോക്ഷമായി വിമർശിച്ചുകൊണ്ട്, അദ്ദേഹത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് പല ഫേസ്ബുക്ക് പോസ്റ്റുകൾ നടത്തുന്ന ഘട്ടമുണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെ അത് വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്തു. അത്തരത്തിൽ വലിയ വ്യക്തിഹത്യ അദ്ദേഹം നേരിടുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ആ ഒരു ഘട്ടം സഹിക്കാനാവാതെ വന്ന ഒരു പശ്ചാത്തലത്തിലാണ് പൊളിറ്റിക്കൽ ക്രിമിനലിസമാണ് തനിക്ക് പിന്നിലുള്ള എല്ലാ നീക്കത്തിന്റെയും പിന്നിൽ എന്നുള്ള ആരോപണം ജി സുധാകരൻ ഉന്നയിക്കുന്നത്. അതിനുശേഷം പല ഘട്ടങ്ങളിൽ, അതായത് പാർട്ടി ജി സുധാകരൻ പറയുന്ന കാര്യങ്ങൾ, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ ഉള്ള അവസ്ഥ ഒന്ന് പരിശോധിക്കണം. BJP അമ്പലപ്പുഴയിൽ എവിടെ പോയി? പുന്നപ്ര, അതായത് പുന്നപ്രയുടെ സമരഭൂമിക നിൽക്കുന്ന ഒരിടത്ത് BJP പുന്നപ്ര സൗത്ത് നോർത്ത് പഞ്ചായത്തിൽ അടക്കം വിവിധ പഞ്ചായത്തുകൾ 2ാം സ്ഥാനത്തേക്ക് വന്നു. അതെങ്ങനെ വന്നു? അത്തരം കാര്യങ്ങൾ അടക്കമുള്ള ഗൗരവകരമായ ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജി സുധാകരൻ പറഞ്ഞ അമ്പലപ്പുഴയിലെ തനിക്ക് നേരിടേണ്ടി വന്ന വ്യക്തിഹത്യ അല്ലെങ്കിൽ തനിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ, കമ്മീഷനിൽ നിന്ന് ഉണ്ടായ നീതികേട്, അത് ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം തുറന്നു പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്ന തിരിച്ചടിയെ കുറിച്ച് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ കായംകുളം, പത്തിയൂർ അടക്കമുള്ള ഇടങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അവിടെയൊക്കെ ആ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിശദീകരണം നൽകണം. മറ്റൊന്ന്, അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നൊരു ആരോപണം താൻ പണം പിരിച്ചു നൽകിയില്ല എന്നുള്ളതായിരുന്നു. അതായത് അദ്ദേഹം അത് കണക്കുകൾ സഹിതം പറയുന്നുണ്ട്. 17.5 ലക്ഷം രൂപ അമ്പലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ജി സുധാകരൻ പിരിച്ചു നൽകിയിട്ടുണ്ട്. അത് കായംകുളത്തേക്ക് നൽകി. താൻ മന്ത്രിയല്ല, താൻ MLA അല്ല, താൻ സ്ഥാനാർത്ഥി പോലുമല്ല, അതെ പണക്കാരനല്ല. താൻ മന്ത്രിയായിരുന്ന സമയത്ത് ആവശ്യം പോലെ പണം പാർട്ടിക്ക് വിവിധ ആളുകളിൽ നിന്ന് പിരിച്ചു നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നും കണക്ക് ഞാൻ പരസ്യമായി പറയുന്നില്ല, അതൊക്കെ ഞാൻ പറയേണ്ട സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ടും തനിക്കെതിരെ സാമ്പത്തികം, അതായത് പാർട്ടിക്ക് ഫണ്ട് പിരിച്ചു നൽകിയില്ല എന്ന പേരിൽ പോലും തനിക്കെതിരെ നടപടി എടുക്കാൻ ഒരുങ്ങി എന്ന് പറയുമ്പോൾ പറയുന്ന സുധാകരനാണ്. വർഷങ്ങളായി ആലപ്പുഴയുടെ അമരത്ത് നിൽക്കുന്ന CPM-ന്റെ മുതിർന്ന നേതാവാണ് എന്ന് മനസ്സിലാക്കണം. അത്രത്തോളം അകന്നു കഴിഞ്ഞു സുധാകരൻ പാർട്ടിയുമായി എന്നുകൂടി നമ്മൾ കൂട്ടിച്ചേർക്കണം. അതിനകത്ത് രഞ്ജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജി സുധാകരൻ ഒരിക്കലും പാർട്ടിയുമായല്ല അകന്നിട്ടുള്ളത്, മറിച്ച് നിലവിലുള്ള സാഹചര്യങ്ങളുമായി അദ്ദേഹത്തിന് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ എച്ച് സലാം നേരത്തെ ചൂണ്ടിക്കാട്ടി മോദിയുമായി നടത്തിയ ഒരു പരാമർശമെന്ന്. അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മോദിയെ കുറിച്ച് താൻ നടത്തിയ പരാമർശം അത് മോദി ഏകാധിപതിയും മോദി ശക്തനായ വലതുപക്ഷ ഭരണാധികാരിയാണെന്ന് പറയുന്നതിനൊപ്പം തന്നെ ഫാസിസ്റ്റ് സമീപനമുള്ള ഏകാധിപതിയായ ഭരണാധികാരിയെന്നാണ് താൻ പറഞ്ഞത്. പക്ഷെ തന്റെ വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടു എന്നുള്ളതാണ് ജി സുധാകരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. മോദിക്ക് അനുകൂലമായി പറഞ്ഞ ഒരു നേതാവ് എന്ന നിലയിലാണ് താനിപ്പോൾ സുധാകരനെതിരെ പറയുന്നതെന്ന്. പക്ഷെ നമ്മളോട് കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ സംസാരിച്ചു എന്നാണ്. ആ ബൈറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കാണിക്കാവുന്നതാണെന്ന് തോന്നുന്നു. കാരണം മോദിക്ക് അനുകൂലമായി താൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. മോദി ഏകാധിപതിയാണെന്ന്, ഫാസിസ്റ്റുമാണെന്ന് പറയുന്നു. പക്ഷേ മോദി ശക്തനാണ്, ശക്തനെ ശക്തനല്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ബൈറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് കാണിക്കാം.
ആ ത്രികോണ മത്സരത്തിലല്ലേ ഇവർക്ക് 15%, 12% വോട്ട് കിട്ടുന്നത്. ഏതോ ഒരു സ്ഥലത്ത് പാർലമെന്റ് നമുക്കതിലേക്ക് വരാം. അതാണ് ശരണ്യ, ഈ സോഷ്യൽ മീഡിയയിലടക്കം ചില മാധ്യമങ്ങൾക്ക് അദ്ദേഹം നൽകിയ പ്രതികരണങ്ങളിൽ ചില തെറ്റിദ്ധാരണ ഉണ്ടായി അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മോദിയെ അനുകൂലിച്ച് താൻ സംസാരിച്ചിട്ടില്ല, പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു വെച്ചു എന്ന് മാത്രമാണ്. അതിനെപ്പോലും ഇപ്പോൾ ആയുധമാക്കുന്നുണ്ട് സുധാകരനെതിരെ പാർട്ടി നേതാക്കൾ എന്ന് വേണം മനസ്സിലാക്കാൻ സലാമിന്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അദ്ദേഹം കൃത്യമായി മോദിയെ സംബന്ധിച്ച് തന്റെ നിലപാട് എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ജി സുധാകരൻ വളരെ വികാരാധീനായാണ് അക്കാര്യങ്ങൾ പറയുന്നത്. അതായത് പാർട്ടി ഏറ്റവും അധികം വെല്ലുവിളി നേരിട്ട ഘട്ടത്തിൽ, അതായത് പരസ്യമായി സംഘടനാ പ്രവർത്തനത്തിൽ നിൽക്കാൻ കഴിയാത്ത ഘട്ടത്തിൽ പോലും CPM-ന്റെ കുട്ടനാട് താലൂക്കിന്റെ ചുമതല വഹിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ആ ഘട്ടത്തിൽ പോലും, വെല്ലുവിളി നേരിട്ട ഘട്ടത്തിൽ പോലും പാർട്ടിയിൽ നിന്ന് ഒളിച്ചോടാതെ സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിട്ടുള്ള ആളാണ്. തന്നെ അത്തരത്തിൽ ഒരു വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ മറ്റൊരു വലതുപക്ഷ പ്രസ്ഥാനത്തോട് കൂട്ടിക്കെട്ടാൻ നടത്തുന്ന ഒരു ശ്രമം, ആ ശ്രമത്തെയാണ് വളരെ ദുഃഖത്തോടെ ജി സുധാകരൻ തുറന്നു കാട്ടുന്നത്. അദ്ദേഹം പറയുന്നത് മോദിയെ കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട്, മോദി ശക്തനായ ഭരണാധികാരിയാണ്, വലതുപക്ഷ ഭരണാധികാരിയാണ്, ഏകാധിപതിയാണ്, ഫാസിസ്റ്റ് സമീപനമുണ്ട്, 400 സീറ്റ് കിട്ടുമെന്ന് മോദിയുടെ അഹങ്കാരമായിരുന്നു. ഭരണഘടന കത്തിക്കാനുള്ള അവകാശമാണ്, ഭരണഘടന കത്തിക്കാനുള്ള ഒരു അഹങ്കാരമായാണ് അതിനുള്ള തിരിച്ചടി ജനം കൊടുത്തു കഴിഞ്ഞു. മാത്രമല്ല എക്സ്ട്രീം റൈറ്റിസ്റ്റ് ആണ്, വലതുപക്ഷത്തിൽ തന്നെ എക്സ്ട്രീം റൈറ്റിസ്റ്റ് ആണ് മോദി എന്ന് അദ്ദേഹം പറയുന്നു. വലതുപക്ഷ പ്രത്യയശാസ്ത്രത്തോട് ഒരിക്കലും താൻ ചേർന്ന് പോകില്ല എന്ന് അദ്ദേഹം നമ്മളോട് തുറന്നു പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല അദ്ദേഹം വികാരാധീനായി പറഞ്ഞത്, പ്രത്യയശാസ്ത്രം എന്റെ ജീവശാസ്ത്രമാണ്, അവസാന ഘട്ടം വരെയും അത് പിന്തുടരും എന്നുള്ളതാണ് ജി സുധാകരൻ പറഞ്ഞത്. ആ ജി സുധാകരനെയാണ് അത്തരത്തിൽ കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുന്ന, ആലപ്പുഴയിൽ നിന്നുകൊണ്ടാണെങ്കിലും സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുകൊണ്ടാണെങ്കിലും അത്രയും വലതുപക്ഷ വ്യതിയാനങ്ങൾക്കെതിരെ കൃത്യമായ നിലപാട് സ്വീകരിച്ച ജി സുധാകരനെയാണ് ഇപ്പോൾ എച്ച് സലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോദിയുമായി കൂട്ടിക്കെട്ടി വായിക്കാനായി ഇവർ ശ്രമിക്കുന്നത് എന്നുള്ളത് തന്നെ. അത് തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റ ഏറ്റവും വലിയ മാനസിക വ്യഥയും പലതും തുറന്നു പറയാൻ. BJP-യുടെ വളർച്ചയെ സംസ്ഥാനത്തെ, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലെ ശക്തി കേന്ദ്രങ്ങളായ പത്തിയൂര്, മുതുകുളം, കായംകുളം അടക്കമുള്ള മേഖലകളിലുണ്ടായ BJP-യുടെ വളർച്ചയെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ സുധാകരൻ നമ്മളോട് പറയുന്നുണ്ട്. BJP-യുടെ വോട്ടെണ്ണം ഇവിടെയൊക്കെ പല സ്ഥലങ്ങളിൽ 1-ാം സ്ഥാനത്ത് വന്നു, ചിലയിടങ്ങളിൽ 2-ാം സ്ഥാനത്ത് വന്നു. നമുക്കറിയാം പത്തിയൂരും മുതുകുളവും കായംകുളവും ഒക്കെ എത്രത്തോളം ശക്തി കേന്ദ്രങ്ങളാണ് CPM-ന്റെ എന്നുള്ളത്. അവിടെയൊക്കെ മുന്നോട്ട് വന്ന പശ്ചാത്തലം ഉണ്ട്. ആലപ്പുഴയിലെ വിവിധ പ്രദേശങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ വളർച്ചയേക്കാൾ BJP-ക്ക് വളർച്ച ഉണ്ടാകുന്ന സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട്. അത് സുധാകരൻ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അത് BJP-യെ മനസ്സിലാക്കാതിരുന്ന, BJP ഇല്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച പാർട്ടിക്കുണ്ടായ അല്ലെങ്കിൽ നേതാക്കൾക്കുണ്ടായ പരാജയമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ വാക്കുകളിലേക്ക്, ആ BJP സുധാകരൻ ബൈറ്റിലേക്ക്. മത്സരത്തിലല്ലേ ഇവർക്ക് 15%, 12% വോട്ട് കിട്ടും. ഏതോ ഒരു സ്ഥലത്ത് പാർലമെന്റിൽ അവർക്ക് 23% കിട്ടി. ഒരു സമയത്ത് 21-23% വോട്ട് കിട്ടി. ആലപ്പുഴയിൽ പക്ഷെ എല്ലായിടത്തും അങ്ങനെ ഒരു ത്രികോണ മത്സരത്തിൽ ആലപ്പുഴ പക്ഷെ അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അല്ലായിരുന്നല്ലോ. 1,87,000 നിന്നാണ് ഈ 2,99,000 കുതിക്കുന്നത്. അതെ അതെ, പക്ഷെ അത് 50,000-60,000 നിന്നാണ് 1,85,000. അതാ. അപ്പൊ അവരൊക്കെ അടിത്തറ നേരത്തെ ഉണ്ട്. 5,000, 10,000, 25,000, 30,000 പലതരത്തിലാണ് അസംബ്ലി സീറ്റിലെ വോട്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇല്ലെന്ന് പറഞ്ഞ് പഠിപ്പിച്ചതാണ് തെറ്റ്. അവർ പണ്ടും ഇവിടെയുണ്ട്. ഒരു 1977 ശേഷം BJP എല്ലാ അസംബ്ലി മണ്ഡലത്തിലും മത്സരിക്കുന്നുണ്ട്. 5,000, 6,000 കിട്ടിയ കാലമുണ്ട്, അവർക്ക് 3,000 കിട്ടിയ കാലമുണ്ട്. അത് വളർന്ന് 10, 15, 20, 25, 35 ഇങ്ങനെ പലതരത്തിലായിട്ടുണ്ട്. ട്രിവാൻഡ്രത്തെല്ലാം